അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി ഒരു ഇമെയിൽ അയച്ചിരുന്നോ? അങ്ങനൊരു വിവരം ദേവസ്വം വിജിലൻസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ രണ്ട് മെയിലുകൾ അയച്ചതായാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അത് ഏറ്റവും സുപ്രധാനമായ വിവരമാണ്. അന്ന് 2019 ഡിസംബർ മാസം 9-ാം തീയതിയും 17-ാം തീയതിയുമാണ് ഈ രണ്ട് ഇമെയിലുകൾ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ യാഹൂ മെയിലിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ലഭിച്ചത്. ഇത് അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതി തേടി എന്നതാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. ഇതിനായി 2019 ഡിസംബറിലാണ് രണ്ട് ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചത്, നൽകിയത്. മകളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് താൻ അനുമതി തേടിയത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നമുക്ക് പത്മകുമാറിനെ കൂടി ഒന്ന് വിളിക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അന്ന് ഈ 2019 ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് ഇമെയിലുകൾ അയച്ചിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് 2019 ഡിസംബർ മാസത്തിൽ രണ്ട് ഇമെയിലുകൾ അയക്കുന്നു. ആ രണ്ട് ഇമെയിലുകളിൽ മകളുടെ വിവാഹ ആവശ്യത്തിന് ഈ ദ്വാരപാലക ശില്പപാളിയിൽ ഉള്ള സ്വർണം, ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം വരുന്ന സ്വർണം തനിക്ക് ഉപയോഗിക്കാൻ അനുമതി തേടി. ഇത് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ ഉന്നത നേതൃത്വവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധത്തിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത നിലപാട് അത് ചെമ്പുപാളിയാണെന്നായിരുന്നു. ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അത് ചെമ്പുപാളി എന്നായിരുന്നു. മഹസറിൽ ഉണ്ടായിരുന്നത് ചെമ്പുപാളി എന്നായിരുന്നു. എന്നാൽ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയല്ലേ ശ്യാം? അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളിൽ വളരെയധികം വ്യക്തത വരുന്നുണ്ട്. 2019 കാലഘട്ടത്തിൽ ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നത് മാത്രമാണ് ഇതിൽ വ്യക്തത വരാനുള്ളത്. പക്ഷേ ഇതിൽ മകളുടെ വിവാഹാവശ്യത്തിന് വേണ്ടി അധിക സ്വർണം ഉപയോഗിക്കുന്നതിൽ അനുമതി തേടിയിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡിന്റെ ഉന്നത നേതൃത്വവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. അത് ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുക കൂടി ഹൈക്കോടതി ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൗരവതരമായ കാര്യം. കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൗരവതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. റോഷി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ദ്വാരപാലക ശില്പപാളി കൊണ്ടുപോയി 2024 ജൂലൈ 9-ാം തീയതി കൊണ്ടുപോയി അത് തിരിച്ച് സമർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അധികമുള്ള സ്വർണം മകളുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമോ എന്ന് ഒരു ഇമെയിൽ അയക്കുന്നത്. അതായത് 2024 ഡിസംബറിലാണ് ഇമെയിൽ. 2024 ജൂലൈ മാസത്തിൽ കൊണ്ടുപോയി ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും അത് അവിടെ തിരികെ ഏൽപ്പിച്ചു. 39 ദിവസത്തിനു ശേഷം അത് കമ്പനിയിൽ എത്തിച്ചത് തിരികെ ഏൽപ്പിച്ചു. അതിനു 2 മാസത്തിനു ശേഷം അധിക സ്വർണം മകളുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമോ എന്ന് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട് എന്ന് തന്നെയല്ലേ ഋഷി? അരുൺകുമാർ, ഒരു സംശയവുമില്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തി എന്നതിൻ്റെ കൃത്യമായ തെളിവായി ഇതിനെ കാണേണ്ടി വരും. കാരണം ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ചെമ്പുപാളികളാണെന്ന് എഴുതി ചേർത്തത് എന്തിനാണെന്ന സംശയം ഉയർന്ന ഘട്ടത്തിലാണ് സ്വർണ്ണപ്പാളികൾ, അതിലെ സ്വർണം, അധികമായി വരുന്ന സ്വർണം തൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള അനുവാദം തേടി ദേവസ്വം ബോർഡ് അധ്യക്ഷന് ഇങ്ങനെ ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നു. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് അധ്യക്ഷനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എത്ര ഗാഢമാണെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അപ്പോൾ ദേവസ്വവുമായി വലിയ ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. നേരത്തെ വിജിലൻസ് കണ്ടെത്തിയതുപോലെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ രീതിയിൽ സഹായം നൽകിയെന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവായി ഇതിനെയൊക്കെ കാണേണ്ടി വരും. കാരണം ചെമ്പായി എങ്ങനെ സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ കാരണം തന്നെ ഈ ബന്ധമായിരിക്കാം. ഇതിൽ എന്താണ് ഇവർക്ക് ലഭിച്ച നേട്ടം എന്നതടക്കം ഇനി അന്വേഷണ സംഘം തന്നെ പരിശോധിച്ച് കണ്ടെത്തേണ്ടി വരും. ഏറ്റവും ഞെട്ടിക്കുന്ന, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. എങ്ങനെയാണ് ശബരിമലയ്ക്ക് ലഭിച്ച ഈ സ്വർണം ഒരാളുടെ സ്വകാര്യ ആവശ്യത്തിന്, തൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുക? എങ്ങനെയാണ് അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയക്കാൻ കഴിയുക? അത്രത്തോളം
അത്രത്തോളം ബന്ധമുണ്ടായിരുന്നോ ഈ ദേവസ്വം ബോർഡ് അധ്യക്ഷനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ? ഒരു ദല്ലാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിലസിയത് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.